അമൽ കൊണ്ടൊരാളും സ്വർഗത്തിൽ കിടക്കില്ല കേട്ടോ. അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടല്ലാതെ ഒരാൾക്കും സ്വർഗത്തിൽ കിടക്കാൻ കഴിയില്ല എന്ന്. നരകവാസികളായ ആളുകളെ സ്വർഗത്തിൽ എത്തിക്കാൻ വേണ്ടി അള്ളാഹു ചെയ്യുന്ന പ്രോസസ്സ് നരകത്തിലിട്ട് ഉരുക്കി പാപങ്ങളെല്ലാം സുരക്ഷിതമാക്കി മാവുൽ ഹയാത്തിൽ മുക്കിയതിനു ശേഷമാണ് സ്വർഗത്തിലേക്ക് വിടുക. അഥവാ പാപത്തോടു കൂടി ഒരാൾക്കും സ്വർഗലോകത്ത് കടക്കാൻ കഴിയില്ല. അത് പരിശുദ്ധരായവർക്ക് വേണ്ടിയുള്ള ഗേഹമാണ്. അപ്പം അള്ളാഹുവിൻ്റെ പാപമോചനം കിട്ടാനോ അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ആകാൻ അള്ളാഹു ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകും. നമുക്ക് നൽകിയ മുഴുവൻ അനുഗ്രഹങ്ങളും, ആയുസ്സായാണെങ്കിലും ആരോഗ്യമാണെങ്കിലും സമ്പത്താണെങ്കിലും മക്കളാണെങ്കിലും നമുക്ക് ചെയ്തെന്ന മുഴുവൻ അനുഗ്രഹങ്ങളും അള്ളാഹു നമുക്ക് പരീക്ഷിക്കാൻ വേണ്ടി തന്നതാണ്. ഒരുപക്ഷെ നമുക്ക് പാപമോചനത്തിന് വേണ്ടിയാണ് രോഗങ്ങൾ തരിക, പരീക്ഷണങ്ങൾ തരിക, ദാരിദ്ര്യം തരിക. നമ്മളതിൽ ക്ഷമിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ആ കാരുണ്യമാണ് നമുക്കത് അള്ളാഹു നൽകുന്നത്. ഒരുപക്ഷെ നമുക്കതിൽ പ്രയാസകരമായി തോന്നിയാലും നമ്മുടെ പാപം പൊറുപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹു നമ്മെ പരീക്ഷിക്കുന്നത്. പാപം പൊറുപ്പിച്ചാൽ നമ്മൾ സുരക്ഷിതരായി സ്വർഗവാസിയായി മാറുകയും ചെയ്യും. അപ്പം നമ്മളെ സ്വർഗത്തിൽ എത്തിക്കുക എന്ന പ്രോസസ്സാണ് അള്ളാഹു താല ഈ ഭൂമിയിൽ നമ്മളിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. നോമ്പ് പോലും അതാണ്. വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ട് നാം അള്ളാഹുവിന് നോമ്പ് പിടിക്കുക എന്നത്, ആ സഹനം നമ്മെ പരീക്ഷിച്ചുകൊണ്ട് അള്ളാഹു താല നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാൻ വേണ്ടി ചെയ്യുകയാണ്. അതുവഴി നമുക്ക് സ്വർഗപ്രവേശനവും നരകമോചനവും നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. അതുകൊണ്ടാണല്ലോ റമദാനിലെ മുഴുവൻ കാര്യങ്ങളും നോക്കൂ, എല്ലാം ഇച്ചിരി പ്രയാസമുണ്ട്. നമസ്കാരമാണെങ്കിൽ നിസ്കരിക്കണം, തറാവി രാത്രി നിസ്കരിക്കണം, തഹജ്ജുദ് എഴുന്നേൽക്കണം, ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യണം, സദഖകൾ ചെയ്യണം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തണം, ഒരാളെയും വാക്കുകൊണ്ട് പോലും ഉപദ്രവിക്കരുത്. ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ അള്ളാഹു അവനോട് കരുണ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കരുണയാണ് അള്ളാഹു ചെയ്യുന്നത്. അതുവഴി അവൻ്റെ പാപം പൊറുക്കണം, അതുവഴി അവൻ സ്വർഗം നൽകണം. അതുകൊണ്ടാണ് റമദാനിൽ മുഴുവനും നരകമോചനത്തിൻ്റെ പത്താണ് നരകമോചനമാണ് അള്ളാഹു തആല ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇത് ഒന്നാമത്തെ പത്താണ്, റഹ്മത്തിൻ്റെ പത്താണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം നേടാൻ പുണ്യ റസൂൽ പഠിപ്പിച്ചൊരു മാർഗം, ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം നേടി പാപമോചനം നേടി സ്വർഗപ്രവേശനവും നരകമോചനവും കരസ്ഥമാക്കാൻ ഈ ആദ്യത്തെ 10 നമുക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം കൊടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം നേടിയെടുക്കാൻ നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. സമ്പത്തും ആരോഗ്യവും അതുപോലെയുള്ള നമുക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെയും അങ്ങനെ ചെലവഴിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ.